ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു ബിസിനസ് ഉടമയാണെങ്കിൽ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ ദയവായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളരുന്നില്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റബിൾ ആണെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് എന്നിട്ടും വളരുന്നില്ലെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നോ എന്ന് രേഖപ്പെടുത്തുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഒന്നും നൽകുന്നില്ല. നിങ്ങളുടെ ബിസിനസിന്റെ യഥാർത്ഥ അവസ്ഥ ഒന്ന് വിലയിരുത്താനുള്ള ബിസിനസ് റിയാലിറ്റി ചെക്കിലേക്ക് നിങ്ങളെ ഒന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വെൽക്കം ടു ബിസിനസ് മാസ്റ്ററി ഹബ്ബ്. ഞാൻ ദിനേശ് മുങ്ങത്ത് നിങ്ങളോടൊപ്പം. ഞാൻ ഇന്ന് ബിസിനസിനെ പറ്റി വളരെ പ്രധാനമുള്ള ബിസിനസ് സ്കെയിലപ്പിനെ പറ്റി സംസാരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകാം. ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ എത്രത്തോളം റിലവന്റ് ആണ്, നിങ്ങളുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുന്നതിൽ ആ 7 കാര്യങ്ങൾ എത്രത്തോളം ഗുണകരമായി മാറുന്നു എന്നൊന്ന് വിശകലനം ചെയ്തു നോക്കുക. നിങ്ങളുടെ വിശകലനത്തിന് വേണ്ടി മാത്രം വിട്ടുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട ആ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. ഇത് ഓരോന്നും നിങ്ങൾ വിശകലനം ചെയ്യാണ്ട് മാക്സിമം എടുത്താൽ 5 to 8 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് സമയം ഇതിനു വേണ്ടി ദയവായി ചിലവഴിക്കുക. ബിസിനസിന്റെ അടുത്ത തരത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. മറ്റുള്ളവർ ദയവായി സ്കിപ്പ് ചെയ്യുക. സമയം കളയേണ്ട. പാട്ടുകളോ മറ്റു കേട്ട് നിങ്ങൾ ജീവിതത്തെ ആസ്വദിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എഫേർട്ട് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം. നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. ബിസിനസ്സിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ള ചോദ്യം. അല്ല, ഒരിക്കലുമല്ല. പക്ഷേ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ള സത്യം അറിയുക. അമിതമായ ഹാർഡ് വർക്ക് ബിസിനസ്സിൽ ടെൻഷൻ മാത്രമേ കൊണ്ടുവരികയുള്ളൂ എന്ന് നിങ്ങൾക്കും അറിയാം, അനുഭവസ്ഥരായി നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഒന്നും വിജയങ്ങൾ ഉണ്ടാവുന്ന വളരെ കുറവുള്ള കാര്യമാണ്. അവിടെ വിജയമുണ്ടാവും, അത് നമ്മുടെ എഫേർട്ടിനനുസരിച്ചുള്ള വിജയം മാത്രമായിരിക്കും. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ബിസിനസ് എന്താണ്? ഫ്ലോ ആയിട്ട് നടക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മുടെ തീരുമാനങ്ങളുടെ ക്വാളിറ്റി കുറക്കുകയും മാനസികമായി നമ്മളെ തളർത്തുകയും അവസാനം ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യുകയാണ് ഈ ഹാർഡ് വർക്ക് കൊണ്ട് നടക്കുന്നത്. സത്യസന്ധമായി പറയും, നിങ്ങളുടെ ബിസിനസ് നിങ്ങളാണോ റൺ ചെയ്യുന്നത്, അതോ ബിസിനസ് നിങ്ങളെയാണോ റൺ ചെയ്യുന്നതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എഫേർട്ടും ഗ്രോത്തും തമ്മിൽ വ്യത്യാസം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തിങ്കിങ് സിസ്റ്റമാണ്. ഒരുപക്ഷെ കേൾക്കുമ്പോൾ രാഷ്ട്രീയമായി ശരിയായി തോന്നണമില്ല, പക്ഷെ ഇതാണ് സത്യം. ലേബർ ക്ലാസ് സ്വന്തം ശരീരം ഉപയോഗിച്ചുകൊണ്ടാണ് പണിയെടുക്കുന്നത്. മിഡിൽ ക്ലാസ് ആൾക്കാരാണെങ്കിൽ സമയം കൊടുത്തിട്ടാണ് പണിയെടുക്കുന്നത്. എന്നാൽ അപ്പർ ക്ലാസ്സിലെ ബിസിനസ്സുകാർ എന്ന് പറയുന്നത് ചിന്താശേഷി ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരൻ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ എനിക്ക് ഡെയിലി ഓപ്പറേഷനിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ളതാണ്. നിങ്ങളോ എന്താണ് ചിന്തിക്കുന്നത്? എങ്ങനെ കുറച്ചും കൂടി സമയം കൂടുതൽ ബിസിനസ്സിൽ ചെലവഴിക്കാമെന്നല്ലേ? എത്ര സമയം കൂടുതൽ എനിക്ക് അവിടെ ഓഫീസിലിരിക്കാം, കടയിലിരിക്കാം എന്നതിനെ പറ്റി, അല്ലെങ്കിൽ എൻ്റെ ഫാക്ടറിയിൽ ഇരിക്കാം എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുന്നത്. ഇതല്ല യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ എത്ര സമയം ഞാൻ അവിടെ ഓഫീസ് വർക്കിലേക്ക് മാറ്റിവെക്കുന്നുള്ള. നോക്കൂ, നിങ്ങളില്ലാതെ നിങ്ങൾ ഒരാഴ്ച തടസ്സമില്ലാതെ നടക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒന്ന് കമന്റ് ചെയ്ത് താഴെ നോക്കട്ടെ എത്രത്തോളം ഉണ്ടെന്ന്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈക്കോളജി ഗെയിം എന്ന് പറയുന്നത്. നിങ്ങളുടെ ബിസിനസ് നേരിടുന്ന യഥാർത്ഥ പ്രശ്നം പ്രൊഡക്റ്റോ മാർക്കറ്റോ ഒന്നുമല്ല, അത് നിങ്ങളുടെ ചിന്താഗതിയാണ്. നിങ്ങൾ പ്രൊഡക്റ്റിനെ വില കുറച്ച് നൽകുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഭയമാണ്. ക്ലയന്റുകളോട് വിലപേശുന്നുണ്ടെങ്കിൽ അവിടെ അതോറിറ്റി ഗ്യാപ്പ് ഉണ്ട്. വരുമാനം മാറി മറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ സ്ഥിരതയില്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ വ്യക്തിപരമായ ചിന്തകളാണ് ബിസിനസ്സിലെ പ്രശ്നങ്ങളായി പ്രതിഫലിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? റൈറ്റ്? ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതാണ് സൈക്കോളജി ഗെയിം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് സർവൈവൽ വിത്ത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഹാർഡ് വർക്ക് നിങ്ങളെ നിലനിൽക്കാൻ സർവൈവലിൽ മാത്രമേ സഹായിക്കൂ. എന്നാൽ ശരിയായ ചിന്താഗതികളാണ് ബിസിനസ്സിനെ വളർത്തുന്നത്. നാം എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പിന്നാലെ ഓടുക, വ്യക്തതയില്ലാത്ത അവസ്ഥ ഉണ്ടാവുക, ദീർഘകാല കാഴ്ചപ്പാടില്ലാതിരിക്കുക, ഇതെല്ലാം സർവൈവൽ മൂഡിന്റെ ലക്ഷണങ്ങളാണ്. നിങ്ങൾ വെറുതെ തിരക്കിലായി പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ശരിക്കും പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുമോ? ഇല്ല, കാരണം ശ്രദ്ധിക്കാൻ സമയമില്ല. നമ്മളെപ്പോഴും തിരക്കിലാണ്.
എന്താണ് ഒരു ബിസിനസ്സുകാരന് വേണ്ടത്? എന്തിനാണ് ബിസിനസ് തുടങ്ങുന്നത്? ഞാൻ ആദ്യകാലത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ എപ്പോഴും ചോദിക്കുന്നുണ്ട്, ആ ചോദ്യം ഇപ്പോഴും റിലവന്റ് ആണെങ്കിൽ, വൈ ഡിഡ് യു സ്റ്റാർട്ട് എ ബിസിനസ്? എന്റെ മാസ്റ്ററിംഗ് യുവർ ബിസിനസ് എന്ന പുസ്തകത്തിൽ ഞാൻ ആദ്യം ആ പുസ്തകത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ചോദിക്കുന്ന ചാപ്റ്റർ ഇതാണ്: വൈ ഡിഡ് യു വാണ്ട് ടു ബിക്കം എ ബിസിനസ് മാൻ? എന്തിനാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങിയത്? അതിന്റെ അർത്ഥം എന്താണ്? എന്തിനാണ് അത് ചെയ്തത് എന്നുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥമാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി, നമ്മൾ വെറുതെ തിരക്കിലാമല്ലോ, നമുക്ക് ഫ്രീ ആയി കാശ് ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ബിസിനസ് ചെയ്ത് തുടങ്ങി. 5ാമത്തെ പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ്, സ്ട്രാറ്റജിക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നു. ലോ ഓഫ് അട്രാക്ഷൻ ബിസിനസ് പലരും തെറ്റായി ഉപയോഗിക്കാറുണ്ട്. പോസിറ്റീവായി ചിന്തിച്ചത് കൊണ്ട് മാത്രം ബിസിനസ് വളരുമെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെയൊന്നുമില്ല. വ്യക്തമായ ഐഡന്റിറ്റിയും വികാരങ്ങളുടെ മേലുള്ള നിയന്ത്രണവും തീരുമാനമെടുക്കാനുള്ള പവറും ഉണ്ടാകുമ്പോൾ മാത്രമേ ബിസിനസ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുള്ളൂ. ആശയക്കുഴപ്പമുള്ള മനസ്സ്, ഹാർഡ് വർക്ക് ചേർന്നാൽ അത് നിങ്ങളെ തളർത്തുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ അത് നിങ്ങളെ വളർത്തുകയില്ല എന്ന് സത്യം പറയാം. നിങ്ങൾ ഓരോ ചുവടും ക്ലാരിറ്റിയോടെയാണോ അതോ ഭയത്തോടെയാണോ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻകം സീലിംഗ് എന്ന് പറയുന്ന സാധനം ഒരു കൈപ്പേറിയ സത്യമാണ്. സമ്മതിച്ചേ പറ്റുള്ളൂ, വേറെ നിർവാഹമില്ല. അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്. നമ്മുടെ മനസ്സ് അംഗീകരിക്കുന്ന പരമാവധി വരുമാനം തന്നെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ലഭിക്കുന്നത് എന്നറിയും. അതിന് പകരമായി നമ്മൾ പറയും, മാർക്കറ്റ് സ്ലോ ആണ്, ഇതിൽ കൂടുതൽ കിട്ടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു എന്നതാണ് സത്യം. എന്നാൽ അതല്ല. ബിസിനസ് എങ്ങനെ വളരുന്നു എന്നത് നമ്മുടെ മാനസികാവസ്ഥയുടെ വളർച്ചയുടെ പാകത്തുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ ബിസിനസ്സും അത് ശരിയാണെന്ന് വരുത്തി തീർക്കുക തന്നെ ചെയ്യുമെന്ന് തീർത്തും പറയാം. ഇതൊക്കെ നിങ്ങൾ അനുഭവമുള്ളവരായിരിക്കും. നിങ്ങൾക്ക് താഴെ അനുഭവം കമന്റ് ചെയ്യാം. നമ്മുടെ വരുമാനത്തിന്റെ പരിധി നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് എന്നറിയാം. 7ാമത്തെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. മാർക്കറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്, ഹൈ എൻഡ് ക്ലയൻസുകൾ ഒരിക്കലും നിങ്ങളുടെ അധ്വാനമല്ല വാങ്ങുന്നത്. അവർ നോക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസവും കൃത്യമായ ആശയവിനിമയവും തീരുമാനമെടുക്കാനും നിങ്ങളുടെ ഊർജവുമാണ്. എപ്പോഴും ജോലി ചെയ്ത് തളർന്ന മുഖമുള്ളവർക്ക് കിട്ടാത്ത അംഗീകാരം കൺട്രോൾ തിങ്കിങ് ഉള്ളവർക്ക് ലഭിക്കും. നിങ്ങൾ മാർക്കറ്റിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടാണോ അതുമല്ല വെറും ഒരു വർക്കർ ആയിട്ടാണോ പ്രത്യക്ഷപ്പെടുന്നതെന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. അപ്പോൾ അറിയാം നിങ്ങളുടെ വാല്യൂ നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ അതോറിറ്റി എവിടെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ശരിയാണോ? ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക. വർക്കർ ഐഡന്റിറ്റി ഉള്ളവർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ന് ഞാൻ എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്നുള്ളത്, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അവർക്ക് ആ ചെയ്ത എണ്ണം കൂടുതലായിരിക്കണം, സമയം കൂടുതലായിരിക്കണം. അതാണ് വർക്കർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഓണർ ഐഡന്റിറ്റി എന്ന് പറയുന്നതോ, അവർ ചോദിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ഞാൻ എടുത്ത ഈ തീരുമാനം എത്ര വളർച്ചയുണ്ടാക്കും എന്ന്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ തിരിച്ചറിവ് താഴെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുകയുള്ളൂ. സർവൈവൽ മൂഡിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് നിങ്ങളൊന്ന് വിശകലനം ചെയ്യുക. ഹാർഡ് വർക്ക് ഒരു ബിസിനസ് സ്ട്രാറ്റജി അല്ല, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി എന്നറിയും. ഇതുപോലെ ഡീപ് ബിസിനസ് സത്യങ്ങൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. നമുക്ക് വീണ്ടും ഇതിനെപ്പറ്റി മറ്റൊരു വിഷയത്തെ പറ്റി സംസാരിക്കാനായിട്ട് വീണ്ടും കാണാം. Thank you very much. See you next video. Thank you.